സ്തോത്രം കർത്താവെ, മഹത്വം മഹത്വം കർത്താവെ. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ 8 മാസം കഴിഞ്ഞ് ഞാൻ 72 മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ കർത്താവെ എനിക്ക് ഒരു അത്ഭുതം ചെയ്തു. കാരണം എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. മകനെ പാസ്റ്റർക്ക്, ജോബിൻ പാസ്റ്റർക്കും റോയ് പാസ്റ്റർക്കും ആ വിഷയം അറിയാം. അവന് പൂർണ്ണ മദ്യപാനിയായിരുന്നു എൻ്റെ മകൻ. അവൻ ആ മദ്യപാനത്തിലൂടെ ആ കൂട്ടുകാരൻ അവനെ ചതിയിലൂടെ പല രീതിയിലും കൊണ്ടുപോയി. എങ്കിലും ഞങ്ങൾ സഹോദരിമാർ ബുധനാഴ്ച ദിവസം പ്രാർത്ഥിച്ചപ്പോൾ വരുവാനിരിക്കുന്ന ആ സംഭവത്തെ കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി. അവനെ പോലീസ് പിടിക്കുന്നതും വിലങ്ങ് വെക്കുന്നതാണ് എന്നെ കാണിച്ചു തന്നത്. അപ്പം ഞാൻ ആ വിഷയം അന്ന് മുതൽ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ ഞാനിവിടെ ഈ 72 മണിക്കൂറത്തെ പ്രാർത്ഥനയിലൂടെ കടന്നു വന്നപ്പോൾ ഒരു ദേവദാസൻ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, ഒരു മാതാവ് ഒരു തലമുറയ്ക്ക് വേണ്ടി കരയുവാണെന്ന് പറയാനിടയായി. ആ പാസ്റ്റർ എൻ്റെ അടുത്തേക്ക് വന്നില്ല. വിഷയം പാസ്റ്റർക്ക് മനസ്സിലായതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നില്ല. എന്നിട്ട് ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ എന്നോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി അറ്റാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനോട് കരയുവാനും എൻ്റെ കണ്ണുനീരോടെ 21 ദിവസം വീണ്ടും ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് ആ വിഷയത്തിൽ കർത്താവ് എനിക്ക് മറുപടി തന്ന് അവനെ ഒരു ജാമ്യം പോലും എടുക്കാതെ എൻ്റെ കർത്താവ്, ഒരു പോലീസ് അവനെ പിടിക്കാതെ തലനാരിഴക്കണ പോലീസ് വണ്ടി വരുവാനും അവൻ്റെ കൂട്ടുകാരനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുവാനിടയായി. 90 ദിവസം ആ കൂട്ടുകാരൻ 2 പേര് ജയിലിൽ കിടന്നു. അപ്പോഴും എൻ്റെ മകനെ ദൈവം, ഞാൻ അത്രയും കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞ്, അവനെ പിടിച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യും കർത്താവേ, എങ്ങനെ ജീവിക്കും, ഇതെങ്ങനെ മാറ്റിത്തരുമെന്ന് ഞാൻ ദൈവത്തോട് കരയുവാനിടയായി. ആ കരച്ചിലിൻ്റെ ഫലമായി 72 മണിക്കൂറത്തെ പ്രാർത്ഥനയിലും 21 ദിവസത്തെ ഫാസ്റ്റിങ്ങിലും എൻ്റെ കർത്താവ് എൻ്റെ മകനെ തൊട്ട് അവനിപ്പോൾ മദ്യപാനം മാറ്റി സ്വന്തമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അനധികൃതമായി ദൈവഹിതമല്ലാത്ത ആ പണം അവനുണ്ടാക്കിയപ്പോൾ ദൈവം ആ പണമെല്ലാം അവനിൽ നിന്ന് മാറ്റിക്കളഞ്ഞ്, സാമ്പത്തികമെല്ലാം മാറ്റിക്കളഞ്ഞ് ആ രീതിയിൽ തന്നെ തലനാരിഴയ്ക്ക് അവനെ ദൈവം രക്ഷിക്കുവാനിടയായി. ആ കൂട്ടുകാർ ഇപ്പോഴും ജയിലിൽ പോയി ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അവനൊരു ജാമ്യം പോലും എടുത്തില്ല, ഒരു പോലീസും പിടിച്ചില്ല. ആ പോലീസിൻ്റെ മുമ്പിൽ ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൈവം ചെയ്തു തന്ന ഉപകാരത്തിന് വീണ്ടും ഞാൻ ഈ 72 മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ ഞാൻ പിന്നെയും വന്നത് ഒരു വിഷയമായിട്ടാണ്. ആ വിഷയത്തിന് ഇന്നലെയും ഇന്നും ദൈവദാസൻ എനിക്ക് മറുപടി തന്ന് വീണ്ടും ആ മറുപടിയുടെ റിസൾട്ടുമായി ഞാൻ ഇവിടെ വന്നു. ഒരിക്കൽ കൂടി ഞാൻ സാക്ഷ്യം പറയും. എൻ്റെ ഈ സാക്ഷ്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് ലളിതസസ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട്